പൈത്തൺ പ്രോഗ്രാമിംഗ്, ഡേറ്റ സയൻസ്, ഡേറ്റ വിഷ്വലൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല അല്ലേ? സോ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഫ്രീ ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം, പ്ലസ് അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ അതിലേക്ക് എത്തിപ്പെടാം, ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ ഇതിനായിട്ട് ഞാനൊരു ഫ്രീ വെബ്സൈറ്റ് ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. യെസ്, ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് പഠിക്കുന്നവർക്കോ അതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്കോ ഒക്കെ കണ്ടാൽ അറിയാവുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ് kaggle.com. ആൻഡ് ഈ കാഗിളിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കാഗിൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാനൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് ഒരു ഹിഡൻ ഫീച്ചർ ആണ്, ഇതിനകത്ത് ഒരു ലേൺ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ kaggle.com/learn എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തോട് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, നിങ്ങൾ വളരെ ഒരു അബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുപാട് എക്സസൈസുകളാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പൈത്തൺ, ഇൻട്രോ ടു മെഷീൻ ലേണിംഗ്, പാൻഡാസ്, ഇന്റർമീഡിയറ്റ് മെഷീൻ ലേണിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസിന്റെ രൂപത്തിലൊക്കെയാണ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള സ്റ്റാർട്ടിങ് കിട്ടണമെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിഗിനർ ലെവൽ സർട്ടിഫിക്കേഷനും ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. സോ നിങ്ങൾ ഈ എക്സസൈസുകളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു നല്ല കോഴ്സ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതൊരു ബ്രിഡ്ജ് കോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഈ റിസോഴ്സുകളൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഇതിലെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ഒരു മെന്റർ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻട്രിയിലെ കോഡിംഗ് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാം. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക.